మానసమైనా നിനക്ക് എന്ത് മനസ്സിലായെന്നാണ് ഈ പറയുന്നേ? ഇവള് പറയുന്നത് കേട്ടോ ഹരി? നിർത്ത് നീ. I say stop it. മനസ്സേ, ഇവിടെ എന്താ സംഭവിച്ചത്? പിണങ്ങി ഇറങ്ങാനും മാത്രം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഗൗരി എന്താ നിന്നോട് പറഞ്ഞത്? നിന്റെ മനസ്സ് വേദനിപ്പിക്കാനും മാത്രം ഇവിടെ എന്താ പറഞ്ഞതെന്ന് ഗൗരി പറയ. നീ എന്താ പറഞ്ഞേ? ഞാനെന്ത് പറയാനാ? ഓരോ നോക്കിച്ചുണ്ടാക്കുന്നവർക്കേ ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവും. ഇവൾക്കത് മനസ്സിലാവും. നീ വളച്ചു കെട്ടണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് പറയാ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ഹരി വിശ്വസിക്കോ? അപ്പോഴത് ക്ലാരിഫൈ ചെയ്യാൻ ഇവളോട് ചോദിക്കില്ലേ? ശബ്ദം എടുക്കണ്ട. ശബ്ദം എടുത്താൽ അടിച്ച് പല്ലിയാൻ താഴെയിടും. അതെ, നിന്നേക്കാൾ വലുത് എന്ന് തന്നെയാ. സംശയമുണ്ടോ ഗൗരിക്ക്? മോളെ ഗൗരി, എന്തിനാടാ വാക്കാൽ നിർത്തിയത്? അടിക്കാമായിരുന്നില്ലേ? അടിച്ച് പല്ല് താഴെ വീഴിക്കായിരുന്നില്ലേ? അടിക്കും, അടിച്ചേനെ. നീ അടിക്കോ അവളെ? അനുസരണക്കേട് കാണിച്ചാൽ എന്റെ മകളായാലും പെങ്ങളായാലും ഭാര്യയായാലും ഞാനത് ചെയ്യും. പെണ്ണെ തല്ലി ആളാവാനല്ല, ഒന്നും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറഞ്ഞു കൊടുക്കണം അമ്മ മോളോട്. എന്നെ നോക്കി ഒച്ചയെടുക്കുന്ന ഓരോ നിമിഷവും എനിക്ക് അവളോടുള്ള സ്നേഹമാ കുറഞ്ഞില്ലാതാവുന്നതെന്ന്. സ്നേഹോ? നിനക്കോ? ആ വാക്ക് നീ പറയണ്ട. എനിക്കറിയാം നിന്റെ സ്നേഹത്തിന്റെ മഹത്വം. ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്റെ മോളോട്. ചെന്ന് വിഷം കയറ്റി കൊടുക്ക് മകളുടെ നാവിലും മനസ്സിലും. നീ എന്താ പറഞ്ഞത്? കളപ്പുരയ്ക്കൽ കരുണാകരമേനോൻ എന്ന ഒരു വലിയ മനുഷ്യന്റെ ഭാര്യയായിരുന്നിട്ടും നിങ്ങളൊരു തുള്ളി പോലും വെറും ഒരു സാധാരണ പെണ്ണിന്റെ മനസ്സ് കളഞ്ഞല്ലോ ഗൗരിയുടമേ. ഗൗരിയെ ഞാൻ കല്യാണം കഴിച്ചെന്ന് വെച്ച് എന്റെ കൂടപ്പിറപ്പുകളെ ഞാനെന്താ പെരുവഴിയിൽ ഇറക്കി വിടണോ? കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും ആയിട്ട് ജീവിച്ചു പോവുക ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വഴി പിരിയാതെ. ഇടയ്ക്ക് കയറി വന്ന് ഉപദ്രവിക്കരുത് ദയവായി. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ പ്ലീസ്. പ്ലീസ്. എന്താ ഈ കാട്ടുന്നേ? ഞാൻ എന്റെ കുടുംബത്തിൽ പോവാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ വന്ന് വിഷം കുത്തിവെച്ച് ആരുടെ ജീവിതം തകർക്കുന്നില്ല. ഹരി എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ആ കുഞ്ഞിനെ കാണാതായത് മുതൽ ഹരിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയാ. ആ ഭ്രാന്ത് അവൻ എന്റെ അടുത്ത് എടുക്കണ്ട. ഇനി ഉണ്ടാവില്ലമ്മേ. അമ്മ ഒന്ന് ക്ഷമിക്കേ. ഇനി അമ്മ ഹരിയോട് സംസാരിക്കണ്ട, കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ആരും മിണ്ടാൻ അവനോട്. പെങ്ങള് കോന്തൻ. പെങ്ങള് പറയുന്നത് വേദവാക്യം. ഈ നിസ്സാര കാര്യത്തിന് അമ്മ ഇങ്ങനെ പിണങ്ങിപ്പോയാ അച്ഛൻ അറിഞ്ഞ എന്ത് പറയുന്ന? അറിയട്ടെ, ഞാൻ അറിയിക്കുന്നുണ്ട് അച്ഛനെ. മോൾക്ക് ഇവിടെ നല്ല സുഖമാണെന്നും മോളെ കാണാൻ വന്ന എന്റെ പാലും തേനും ഊട്ടിച്ചിട്ടാ വിട്ടേന്നും ശരിക്കും പറഞ്ഞു കൊടുക്കും ഞാൻ. ഈ അമ്മയുടെ ഒരു കാര്യം, ഇത്ര നിസ്സാര കാര്യത്തിന്. നിസ്സാര കാര്യോ? അത് നിനക്ക്. എനിക്ക് അങ്ങനെയല്ല. നിന്റെ കെട്ടിയോൻ ഇന്നു മുതലാണ് യോഗ്യനായത്. നിന്നെ കെട്ടിയതിന് ശേഷമല്ലേ? ഇല്ലായിരുന്നെങ്കിൽ വെറും പീറ പോലീസായിട്ട് അവൻ പൊരി വെയിലത്ത് വെട്ടി വിയർത്ത് നിന്നേനെ. അമ്മേ കുമ്മേ, നിന്നെ അടിക്കേണ്ടത്. ഇറങ്ങിപ്പോടി. ജ്യൂസ് പിടിക്കാൻ നിൽക്കവള്. പോകാനാ പറഞ്ഞേ. അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേക്കമ്മേ. ഒന്ന് മിണ്ടാതിരിക്കടി.
അമ്മ പോവാണെന്ന്. ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഭയങ്കര ദേഷ്യത്തിലാ. അമ്മ പറയുന്നുണ്ട് പോണ്ട പോണ്ടെന്ന്. നോ രക്ഷ. പപ്പയുടെ കൊറേ ചീത്ത പറഞ്ഞു അമ്മമ്മ. ഇപ്പൊ വരും. പപ്പ ഒന്നും പറയണ്ട കേട്ടോ. അമ്മ പൊയ്ക്കോട്ടെ. അപ്പു അമ്മേ പ്ലീസ് അമ്മേ, എന്തായി കാട്ടുന്നേ? നീ ഒന്നും പറയണ്ട. അമ്മേ ഹരി, അമ്മ പോവാന്ന്. ഗൗരിയുടെ അമ്മ നിക്ക്. എന്താ? 2 ദിവസം മോളോടൊപ്പം പാർക്കാൻ വന്നിട്ട് ഇപ്പൊ പോവാണോ? മതിയായി. അങ്ങനെ മതിയാക്കി പോവാൻ ഒക്കോ? ഗൗരി ഇപ്പോഴും ഇവിടെ തന്നെയാ. മോളെ കാണണമെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരും. ഹരി, അമ്മയ്ക്ക് തിരക്കുണ്ടാവും, പൊയ്ക്കോട്ടെ. അച്ഛനാണെങ്കിൽ ഡൽഹിയിലും. ഹരി എന്താ? നീ എന്നെ പരിഹസിച്ചയക്കാണല്ലേ? നീ എന്നെ നേരത്തെ പറഞ്ഞതൊന്നും പോരാഞ്ഞിട്ടാണോ? ഇതാ ഞാൻ പറഞ്ഞേ, ഗൗരിയുടെ അമ്മയ്ക്ക് ചില നേരത്ത് കണ്ണും ചെവിയും തിരിയത്തില്ലെന്ന്. ഞാൻ തല്ലൊന്നും കൊല്ലുന്നൊക്കെ പറഞ്ഞ ഗൗരീനെ. ശരിക്കും പറഞ്ഞാ ഇവളല്ലേ എന്നോട് പിണങ്ങി ഇറങ്ങേണ്ടത്. അതിനു പകരം ഗൗരിയുടെ അമ്മ എന്തിനാ ഇങ്ങനെ പായുന്നേ? എനിക്ക് അഭിമാനം ഉണ്ടടാ. കളപ്പുരയ്ക്കൽ കരുണാകര മേനോന്റെ ഭാര്യ ഞാൻ. ഞാനിപ്പോ വിളിച്ചിരുന്നു അദ്ദേഹത്തെ. ഇവിടെ ഉണ്ടായ കാര്യം ചുരുക്കി അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയാ, ഡൽഹിയിൽ ഇപ്പൊ ഭയങ്കര മഞ്ഞ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ന്. എത്രയും വേഗം ഗൗരിയുടെ അമ്മയെ വീട്ടിലെത്തിക്കണമെന്നും പുള്ളി അവിടെ മനസമാധാനത്തോടെ കഴിയുകയാണെന്നും. അമ്മേ അന്ന് ഇനി പോവണ്ട. അമ്മ ഇനി വന്നേ. നീ പോടി. ഞാൻ തീരുമാനിച്ചതാണെങ്കിൽ അത് നടത്തും. നിന്നെ പോലെ ഉറപ്പില്ലാതെ ജീവിക്കാൻ എന്നെ കിട്ടില്ല. ഗൗരിയുടെ അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ പൊയ്ക്കോ. പക്ഷേ അത് ഞാൻ ഇറക്കി വിട്ടു എന്നുള്ള പേരും പറഞ്ഞുകൊണ്ടാവരുത്. എവിടേക്കാ പോണോ? അമ്മയുടെ കൂടെ വേണമെങ്കിൽ പൊയ്ക്കോ. പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്. നന്നായി ഹരി, അസലായിട്ടുണ്ട്. ആ ഇറങ്ങിപ്പോയത് എന്റെ അമ്മയാ. അവരെ പരിഹസിച്ചും വേദനിപ്പിച്ചും ഇറക്കി വിട്ടപ്പോ സന്തോഷായി അല്ലേ? സന്തോഷിച്ചോ? ഒരു കാര്യം ഹരി മറക്കരുത്. കഴുത്തിലൊരു താലി കെട്ടിയെന്ന് വെച്ച് ഞാൻ ആരുടെ അടിമയൊന്നുമല്ല. എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ ഗതികേടുണ്ടല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. പപ്പ കലക്കി. ഓടി തെമ്മാടി. ആ, നല്ല ഉറക്കത്തിലായിരുന്നു ഇയാള്. അതാ ഞാൻ വിളിക്കാതിരുന്നേ. അയ്യേ, എന്തായി കാണിക്കുന്നേ? ഒരുമാതിരി പഴയ മലയാള സിനിമയിലെ സീൻ പോലെ. സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഭാര്യ ഭർത്താവിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് കൊടുത്ത ഇത്ര മുഖം ചൊളിക്കാൻ എന്താ? മുമ്പൊക്കെ ഞാനിങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമായിരുന്നല്ലോ സിദ്ധുവിന്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ അടുത്തൊന്നും ഇരിക്കാൻ പോലും സമയമില്ല സിദ്ധുവിനിപ്പോ. ഞാനൊന്ന് അടുത്ത് വന്നാൽ പോലും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ദേഷ്യപ്പെടും. ഒക്കെ മനഃപൂർവ്വ. സിദ്ധു, അത്രയും കൊള്ളില്ലാത്തവളായോ ഞാൻ? തുടങ്ങിയവള് ഇങ്ങനെ സങ്കടപ്പെടാനും മറ്റുള്ളവരോട് വഴക്കടിക്കാനും അല്ലാതെ മറ്റൊന്നും അറിയില്ലേ മനസ്സിൽ നിനക്ക്? നിന്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാ നീ ഒരു കാര്യം അറിയണം. നിന്നേക്കാൾ സങ്കടം പേര് ജീവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് ഈ നാട്ടില്. അവരെല്ലാവരും ഇങ്ങനെ എപ്പോഴും വഴക്കടിച്ചോണ്ടിരിക്കുന്നവരാണോ?
അല്ല, സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരാ. നീയോ ഒരു സെക്കൻഡ് കിട്ടിയ 1000 വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ അങ്ങ് വിഷമിപ്പിക്കും. മനസ്സേ, നീ എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിച്ചാ നിന്നോടുള്ള സ്നേഹമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ക്ഷമിക്ക്. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, നീ ഇനിയെങ്കിലും നിന്റെ ഈ ക്യാരക്ടർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇത്രയൊക്കെ ആയിട്ടും ഇനിയും സിദ്ധു എന്നെ പഠിപ്പിച്ച് തീർന്നില്ലേ? മനസ്സേ, ഞാൻ പഠിച്ചോളാം. ആരൊക്കെ വെറുത്താലും സിദ്ധു മാത്രം എന്നെ. മനസ്സാ, ഛേ, ഇതാണ് തന്നോടൊരു കാര്യവും പറയാൻ വയ്യ. മനസ്സേ, കണ്ണ് തുടക്കി. നീ ഒന്ന് റെഡിയാവും പെട്ടെന്ന്, നമുക്ക് പുറത്തേക്കൊന്ന് പോയി വരാം. ആ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, സത്യം. എന്നെ സമാധാനിപ്പിക്കാനാ? അങ്ങനെയല്ല, ഞാൻ മനസ്സേ, എന്താ നീ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഉള്ളിൽ എന്തോ ഒരു വലിയ ഭാരം എടുത്ത് വെച്ച പോലെ തോന്നുക. കണ്ണടച്ച പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാ കാണുന്നെ. തനിച്ചിരിക്കുമ്പോ ഞാൻ ഈ ഭൂമിയിൽ തന്നെ തനിച്ചായതുപോലെ തോന്നുക. എന്താ സിദ്ധു ഇങ്ങനെ? ഒരിക്കൽ പറഞ്ഞില്ലേ, മാനസിക രോഗങ്ങൾക്കൊക്കെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ കാണാന്ന്. നമുക്കൊന്ന് പോയാലോ സിദ്ധു? ഇല്ലെങ്കിൽ ഇങ്ങനെ വന്ന് എനിക്ക് ശരിക്കും ഭ്രാന്തായാലോ? മനസ്സേ, നീ എന്തൊക്കെയായി പറയുന്നേ? നിനക്കൊരു കുഴപ്പമില്ല, ഒക്കെ വെറും തോന്നല. തനിച്ചിരുന്ന് തല പെരുക്കുമ്പോഴാ സിദ്ധു എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു. അപ്പോഴാ ഞാൻ എല്ലാരോടും. ഏയ്, ഞാനിരിക്കാം. ഇന്ന് മുഴുവനും ഞാൻ എവിടെയും പോകുന്നില്ല. അങ്ങനെയൊന്നും വേണ്ട സിദ്ധു. എപ്പോഴെങ്കിലുമൊക്കെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചാ മതി. എന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചാ മതി. അല്ലാതെ ഞാൻ നിന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ? സോറി, ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാ. കുഞ്ഞിനെ കാണാതായതോടെ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാ. കുഞ്ഞിനെ കാണാതായതോടെ ഞാനാകെ. കുഞ്ഞിനെ കാണാതായെന്നോ? മൈനയുടെ കുഞ്ഞിനെ കാണാതായതിന് അതിന് സിദ്ധുനെന്താ? അത് പിന്നെ കുഞ്ഞല്ലേ മനസ്സേ. എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പോ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയല്ലേ? ശരിക്കും പറഞ്ഞു വരുമ്പോ മൈനയുടെ കുഞ്ഞ് നമുക്ക് അന്യൊന്നുമല്ലല്ലോ. അത് ഇവിടെ വളരേണ്ട കുഞ്ഞായിരുന്നില്ലേ? സിദ്ധു എന്തൊക്കെയായി പറയുന്നേ? വ്യക്തമായിട്ട് പറ. ഞാൻ എന്തെങ്കിലും പറയൂന്ന് കരുതിയിട്ടാണോ ഇങ്ങനെയൊക്കെ? ആ കുഞ്ഞിനെ കാണാതായെന്ന് അറിഞ്ഞപ്പോ ഞാൻ എത്രമാത്രം വേദനിച്ചു എന്നറിയോ സിദ്ധുന്? നമ്മളെ ചതിച്ചത് മൈനയെ ഹരിയേട്ടനുവാ. ആ ഇത്തിരി പോന്ന കുഞ്ഞ് എന്ത് പഴിച്ചു? അതിന് തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു അല്ലേ സിദ്ധു? ആ
അപ്പോ നിനക്ക് ആ കുഞ്ഞിന് ഇഷ്ടമല്ലേ? മറ്റുള്ളവരെ പോലെ സിദ്ധുവും കരുതിയോ ഞാനൊരു ദുഷ്ടയാണെന്ന്? പ്രസവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലെങ്കിലും ഒരു കുഞ്ഞിനെ പ്രാണനെ പോലെ എന്റെ ഉള്ളിൽ കൊണ്ട് നടന്നതല്ലേ ഞാനൊരു സ്ത്രീയാ സിദ്ധു. ഒരു കുഞ്ഞിനെ വെറുക്കാൻ മാത്രം ദുഷ്ടയൊന്നും അല്ല. മനസ്സേ, എന്തേ? ഒന്നുമില്ല. ഞാൻ ഓർത്തതാ, പഠിക്കേണ്ടവൻ ഞാനാ. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോകുന്നുണ്ട്. ക്ഷമിക്കുന്നു എന്നോട്. എന്തിനു സിദ്ധു? നമുക്കിടയിൽ ക്ഷമയും മാപ്പ് പറച്ചിലും ഒന്നും വേണ്ട. ഒന്ന് ജീവിച്ചാ മതി. ഇതൊരു ജീവിതമല്ല സിദ്ധു. നമുക്കിവിടുന്ന് മാറാം. നമ്മുടേത് മാത്രമായൊരു ലോകത്തേക്ക് മാറാം. നമ്മുടെ സന്തോഷവും തല്ലുകൂടലും മറ്റാരെ അറിയിക്കണ്ടല്ലോ. ആദ്യം ഒരു വീട് കണ്ടെത്തണം, എന്തെങ്കിലും ജോലിയും കണ്ടെത്തണം. ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞാ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കണം. നമ്മുടെ കുഞ്ഞിനെ പോലെ അതിനെ സ്നേഹിച്ച് വളർത്തണം. അപ്പോഴേ നമ്മുടേതൊരു ജീവിതമാവും. സിദ്ധു, എന്റെ കൂടെ നിൽക്കൂ എല്ലാത്തിനും? എന്താ മിണ്ടാത്തെ? എന്റെ കൂടെ നിൽക്കാമെന്ന് പറയില്ലേ? നിൽക്കാം. മെല്ലെ. വാ. ഇരിക്കെ. ആ, പതുക്കെ പതുക്കെ. എന്താ ഈ കാട്ടുന്നേ? കൊച്ചുകുട്ടികളെ പോലെ. എന്താ നോക്കുന്നേ? ഇതേ കുറച്ച് കൂടുതലാട്ടോ മോനെ. എന്താ എന്താ ഈ കാണിക്കുന്നേ? ഞാനൊന്ന് കിടന്നേ മോന്റെ കാര്യം ഓർത്തപ്പോ പെട്ടെന്ന് ഇപ്പൊ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ ഡിസ്റ്റർബൻസ് ഒന്നും ആയില്ലല്ലോ. മോനെ വേണു, അച്ഛനോട് നിനക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ ആയിരിക്കാം. നീ എന്നെ കൊല്ലാൻ നോക്കിയതാ. സാരമില്ല, ഞാനതെന്നേ മറന്നു. ക്ഷമിച്ചു. ഞാനൊരു അച്ഛനല്ലയോടാ. അന്ന് മറ്റൊരുത്തിനൊപ്പം അമ്പിയെ അരുതാത്ത രീതി കണ്ടപ്പോ എനിക്ക് ആ പാടെ കലി കയറിയ പോലെ ആയിപ്പോയി. അതാ ഞാൻ അങ്ങനെയൊക്കെ അമ്പിയോടെ ചെയ്തത്. എന്റെ സ്ഥാനത്ത് ഏതൊരു അച്ഛനായാലും അങ്ങനെ ചെയ്യൂ. സ്വന്തം മകനെ അവന്റെ ഭാര്യ ചതിക്കുന്നത് ഏതൊരു അച്ഛനാടാ പൊറുക്കാനാവുന്നത്? അതുകൊണ്ടെന്താ ആ ബഹളത്തിന്റെ പേരിൽ പരസഹായമില്ലാതെ നീ നടന്നില്ലേ? അതൊരു ഭാഗ്യമല്ലേ? ഞാനും നേർന്നിട്ടുണ്ട് കുറെ ക്ഷേത്രങ്ങളില്. നിന്റെ അമ്മയോടൊപ്പം ഞാനും ചെല്ലാമെന്ന് പറഞ്ഞപ്പോ അവക്ക് എന്നെ കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ലെന്ന്.
മോനെ വേണു കേട്ടോടാ, പണ്ട് നമ്മൾ വേണു, എടാ വേണു, ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഓ ശരി, എന്നാ ഉറങ്ങിക്കോ. അച്ഛൻ വെറുതെ വിളിച്ചാടാ, നീ ഉറങ്ങിക്കോ. അച്ഛാ ചായ. ഓ ചായ അവിടെ അങ്ങനെ വെച്ചേരെ. എന്താടി, നിന്റെ അമ്മായിമ്മ അമ്പലം നിറങ്ങാൻ പോയിട്ട് ഇപ്പൊ കുറെ ദിവസം ആയല്ലോ, ഇനി വരത്തേയില്ലേ? ഓറ്റിനെ കൂട്ടി മൂവാമ്പിയിലങ്ങ് കൂടിയോ? ഒരുത്തനെ കയ്യും കണ്ണും കാണിച്ച് കൂടെ കൂടുന്ന വിദ്യ അമ്മായി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത് നീയാ അല്ലയോ? ഓ, ഈ മുടിഞ്ഞവൾ എന്നീ കുടുംബത്തിൽ കാല് കുത്തിയോ അന്ന് തൊട്ട് ഈ വീട്ടിൽ നിന്ന് വിശ്വസിച്ച് ഒരാളെ പുറത്തുവിടാൻ വയ്യാതായി.